ജനുവരി 17 കേരളത്തിൽ നമ്മൾ പുരുഷാവകാശ ദിനമായിട്ട് ആചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ നമ്മൾ ഈ മെൻസ് ഫൗണ്ടേഷൻസുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ നമ്മൾ പറയുന്നുണ്ട്. കാര്യം ഒരു പുരുഷൻ അവന്റെ അവകാശങ്ങളിലും അവന്റെ ജീവിതത്തിലെ വേദന സംഭവിച്ച് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞതാണ്. രാഹുൽ ഈശ്വറിനെ പോലുള്ള പുരുഷന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരുപക്ഷെ ആദ്യത്തെ വ്യക്തിയാണെന്നാണ് എൻ്റെ വിശ്വാസം. സ്ത്രീ സുരക്ഷിത ഞാൻ മിനിങ്ങാന്ന് എൻ്റെ പേജിൽ കുറിച്ചിട്ടു. പുരുഷന്റെ സീറ്റിൽ സ്ത്രീ ഇരുന്നാൽ പ്രശ്നമില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് എന്തിനും കുത്തിക്കളച്ച് നോക്കുന്ന ചില ആളുകളുണ്ടല്ലോ. പുരുഷൻ എവിടാ ഉസ്താദേ സീറ്റ്? സാധാരണ ഞാൻ മറുപടി കൊടുക്കാറില്ല. അത് പഠിക്കാനാണെന്നുള്ളത് കൊണ്ട് ഞാൻ മറുപടി കൊടുത്തു. പുരുഷൻ ഇരിക്കുന്നത് എവിടാണോ അത് തന്നെ അവൻ്റെ സീറ്റ്. അതിനടുത്തൊരു സ്ത്രീ വന്നിരുന്നാൽ പ്രശ്നമല്ല അല്ലേ? വനിതാ കമ്മീഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്ത്രീ വിമോചന പോരാളികളുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദീപകിന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് 1 ലക്ഷം രൂപ കൈമാറിയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങേ അറ്റത്ത് 3 ലക്ഷം 2 ലക്ഷം കൂടിയല്ലേ? അതാണ് ഒരമ്മയ്ക്ക് എത്ര കിട്ടിയാലും മതി വരില്ല. തൻ്റെ മകനോളമാകില്ല. ആ മകൻ കോവിഡ് വന്ന് മരിച്ചിരുന്നുവെങ്കിൽ ആ അമ്മയ്ക്ക് ഇത്ര നീറ്റൽ വരൂല. ആ മകൻ പോകുന്ന പോക്കിൽ ആക്സിഡന്റ് സംഭവിച്ചു മരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും വളഞ്ഞിട്ട് ആ മകനെ അടിച്ച് കൊന്നിരുന്നെങ്കിൽ, ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, വിവിധ സ്റ്റേറ്റുകളിൽ നമ്മൾ കാണുന്നില്ലേ പശുവിന്റെ പേരിൽ തല്ലിക്കൊല, അതുപോലെ കൊന്നിരുന്നെങ്കിലും ഇത്രയും സങ്കടം ആ അമ്മയ്ക്ക് ഉണ്ടാവൂല. ഒരു പെണ്ണ്, അതും അപമാനം, മനുഷ്യന്റെ ജീവൻ അവശേഷിക്കുന്നിടത്തോളം അപമാനഭാരം പേറി കഴിയാൻ ആ പാവപ്പെട്ടവന് കഴിയാതെ വന്നപ്പോ അരുത്, നമുക്കെല്ലാത്തിനും വഴിയുണ്ടെന്ന് തൻ്റെ സതീർത്ഥ്യർ പറഞ്ഞു കൊടുക്കുമ്പോഴും ഇല്ല, എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ഒരു കഷ്ണം കയറിൽ തൻ്റെ ജീവിതം എന്നേക്കുമായി അവസാനിക്കുമ്പോൾ പുരുഷന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി സംസാരിക്കുന്നു. ശരിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞു, ഈ അടുത്ത സമയത്തൊരു കുടുംബ പ്രശ്നം ഉണ്ടായി. ഭാര്യയും ഭർത്താവും തമ്മിൽ പള്ളി കമ്മിറ്റി ഓഫീസിൽ, നമ്മുടെ പള്ളിയുടെ കാര്യമാണല്ലോ പറഞ്ഞു വരുന്നത്, അവിടെ അതിനെ പരിഹാരം കാണുകയാണ്. പുരുഷന് സ്ത്രീക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇതിനെ ഉടക്കി പിരിച്ചു വിടാൻ എളുപ്പമാണ്, ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ എന്താ ഇതിന് പരിഹാരം? അങ്ങനെ പലരും 2 കമ്മിറ്റിക്കാരും ഒക്കെ പറഞ്ഞ് ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ള തത്വത്തിൽ എത്തിയപ്പോ പെണ്ണിനോട് ചോദിച്ചു, നിനക്കെന്താ പറയാനുള്ളത്? പെണ്ണിന് പറയാനുള്ളതൊക്കെ പെണ്ണ് പറഞ്ഞു. അപ്പൊ അവസാനം പുരുഷനോട് ചോദിച്ചു, നിനക്കെന്തെങ്കിലും, ഭർത്താവിനോട് ചോദിച്ചു, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ അയാൾ ദയനീയമായി പറഞ്ഞ ഒരൊറ്റ കാര്യം, എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവള് ഇനി എന്നെ അടിക്കാൻ പാടില്ല, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ നിലയിൽ പ്രിയപ്പെട്ടവരെ, പല വീടുകളിലും പുരുഷന്മാര് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് പൊതുവായ ഒരു മേഖലയിൽ കൊണ്ടുവന്ന് പുരുഷന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഫാസിസത്തിനെതിരെയും അതുപോലെ സാമ്രാജ്യത്തിനെതിരെയും അദ്ദേഹത്തിന്റെ ശബ്ദം എക്കാലവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്.